എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. ഇക്കഴിഞ്ഞ കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്കിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് നിങ്ങളെ കുഴപ്പിച്ചുവോ? പലരും പറഞ്ഞത് ക്വസ്റ്റ്യൻ സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഞാൻ ആ എൻട്രിയിലെ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ക്ലാസ് കൊടുത്തിരുന്നു. അവസാനം കുറച്ച് ക്ലാസ് കൊടുക്കാൻ മാത്രമാണ് എനിക്ക് സാധിച്ചത്. എങ്കിലും വരാൻ പോകുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞവർക്കല്ല, വരാൻ പോകുന്ന പരീക്ഷ എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെ വിശകലനവും അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ മാറ്റം വരാൻ ഇനി വരുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയായിരിക്കണം നമ്മൾ പഠനം നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. 20 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെ നിലവാരവും ഓരോ ചോദ്യവും ഏത് മേഖലയിൽ നിന്നാണെന്നും ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, fill in the blanks with appropriate prepositions. He completed the journey dash 5 hours. ടോപ്പിക്ക് പ്രിപ്പോസിഷൻ ആയിരുന്നു. ഡയറക്റ്റായിട്ട് പഠിപ്പിച്ചതാണ്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂൾ എന്തായാലും പറയും. അതായത് ഒരു കാലയളവിനുള്ളിൽ ഒരു പ്രവൃത്തി നടക്കും എന്ന് പറയുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കുന്നത്. ഹി കംപ്ലീറ്റഡ് ദ ജേർണി ഇൻ 5 hours എന്നാണ് കറക്റ്റ്. പ്ലീസ് ഡോണ്ട് കാൾ മീ അണ്ടിൽ ഡാഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. രണ്ട് പ്രിപ്പോസിഷൻ ഒരുമിച്ച് വരുന്നതാണ്. പ്ലീസ് ഡോണ്ട് കോൾ മീ അണ്ടിൽ ഡാഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. ഇവിടെ പിന്നെ ഉദ്ദേശിച്ചത് 8 മണിക്ക് ശേഷം, അതായത് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ അതുവരെ 8 മണി കഴിയുന്നത് വരെ എന്നെ ആരും വിളിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. 8 മണി കഴിയുന്നത് വരെ എന്നെ വിളിക്കരുത്. സോ പ്ലീസ് ഡോണ്ട് കോൾ മീ അണ്ടിൽ ആഫ്റ്റർ 8 o'clock ഓൺ സൺഡേ മോർണിംഗ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പ്രയോഗം. The given sentences in the following questions may need some improvement. Find which of the alternatives given below is a better option. എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമായിരുന്നു മൂന്നാമത്തെ ചോദ്യം. ചിലരെ കുഴച്ചെങ്കിലും സംഭവം എളുപ്പമാണ്. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച്. തെറ്റാണ്, അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് എൻജോയ്ഡ് വെരി മച്ച് ആണോ? രണ്ടിടത്തും വി വേണ്ടായോ? വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ടു എൻജോയ് വെരി മച്ച് ആണോ? വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് അവേഴ്സൽസ് വെരി മച്ച് ആണോ? The correct answer, we had a grand party and we enjoyed ourselves very much എന്നുള്ളതാണ്. We had a grand party and we enjoyed ourselves very much എന്നാണ്. We enjoyed ourselves very much എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, if I had the money I would have bought a car. തെറ്റാണ്. would have bought if ക്ലോസ് ആണ്. would have bought മൂന്നാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ ആകുമ്പോൾ ഇവിടെ ഹാർഡ് പ്ലസ് V3 വരണം. ഇവിടെ V3 ഇല്ല. V3 ഉള്ളത് ഇതാ കിടക്കുന്നത്. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങിക്കുമായിരുന്നു. അത് മൂന്നാമത്തെ കണ്ടീഷനാണ്. ഹാവ് ഹാഡ് എന്നുള്ള പ്രയോഗം ഈഫ് ക്ലോസിലില്ല. ഇഫ് ഐ ഹാവ് ദ മണി അത് ഫസ്റ്റ് കണ്ടീഷനാണ്. അത് ഇവിടെ വരത്തില്ല. കാരണം ഇഫ് ഐ ഹാഡ് ദ മണിയാണ് തേർഡ് കണ്ടീഷനാണ്. നോ ഇംപ്രൂവ്മെൻറ്റും തെറ്റാണ്. സോ ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. ഈഫ് ക്ലോസ് കറക്റ്റായിട്ട് ചോദിച്ചു. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ചൂസ് ദ വേർഡ് വിച്ച് ദ ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പ്രസ്പിക്കസ്. വൊക്കാബുലറിയുടെ കാര്യം പറയുവാണെങ്കിൽ വൊക്കാബുലറി വളരെ എളുപ്പമുള്ളത് ഉണ്ടായിരുന്നു, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഇതങ്ങനെ ഒരു വാക്കാണ്. പെർസ്പിക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ കറക്റ്റ് അർത്ഥം ക്ലിയർ എന്നാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഒബ്സ്ക്യൂർ, അൺക്ലിയർ എന്നുള്ള അർത്ഥത്തിൽ. ബ്രീഫും റെലവൻറ്റും അല്ല. ഒരു നിലവാരമുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു വൊക്കാബുലറി എന്ന് പറയാം. ചൂസ് ദ അന്റോണിം ഓഫ് ദ വേർഡ് ഡീവിയസ്. ഡീവിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അൺസ്കാർപ്പുലസ് ഒരു നെഗറ്റീവ് വേർഡാണ്. ഡിസോണസ്റ്റ് ഒരു നെഗറ്റീവ് വേർഡാണ്. ഡിസീറ്റ്ഫുൾ വഞ്ചനയുള്ള. ഈ അൺസ്ക്രപ്പുലസ്, ഡിസോണസ്റ്റ്, ഡിസീറ്റ്ഫുൾ ഇതിൻ്റെ മൂന്നിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. അപ്പോൾ എന്തായാലും ഡീവിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റോണിം സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ്. അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഡീവിയസ് എന്ന് പറയുന്ന വാക്ക് ഈ 3 വാക്ക് ആണ് അതിൻ്റെ അർത്ഥം. അൺസ്ക്രപ്പുലസ്, ഡിസോണസ്, ഡിസീറ്റ്ഫുൾ ഒരു നെഗറ്റീവ് അർത്ഥമാണ് ഡീവിയസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഒരു പോസിറ്റീവ് അർത്ഥമായിരിക്കും സ്ട്രെയിറ്റ് ഫോർവേഡ്. ആന്റോണിമാണ് ചോദിച്ചത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രൊനൗൺസ്. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ ഡാഷ് ഓഫ് യു ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ. അതായത് ഇൻ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? നമ്മളിപ്പം ഒരു വ്യക്തിയുടെ കാര്യം പറയുമ്പം വിച്ച് ഓഫ് യു ആണോ, ഹൂസ് ഓഫ് യു ആണോ, ഹൂ ഓഫ് യു ആണോ, ഹൂം ഓഫ് യു ആണോ? ശരി ഉത്തരം. ആൻസർ വിച്ച് ഓഫ് യു ഇസ് ദ റൈറ്റ് ആൻസർ. Which of you is first in the line? Next, I know it was hard to make dash decisions. I know it was hard to make dash decisions. എന്താണ്? I know it was hard to make dash decisions എന്നാണ്. ഇവിടെ ഓപ്ഷൻ ദിസ്,
ദീസ്, ദോസ്, ദാറ്റ്. ഇവിടെ ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡിസിഷൻസ് എന്നായതുകൊണ്ട്, എന്താണ് ഡിസിഷൻസ് എന്നായതുകൊണ്ട് ദിസും ദാറ്റും വരത്തില്ല, അത് സിംഗുലറാ, ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. ദീസും ദോസും വരാം. വാസ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ദീസ് അല്ല ദോസ് ആണ് കറക്റ്റ്. ദീസ് അല്ല ദോസ് ഈസ് റൈറ്റ് ആൻസർ. അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത്. ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത്? ഇത് ഏത് ടോപ്പിക്കാ? പ്രോനോൺ എന്ന് പറയുന്ന ടോപ്പിക്ക്. 2 പ്രോനോൺ ടോപ്പിക്ക് ചോദിച്ചു. ഇൻറ്ററോഗേറ്റീവ് പ്രോനോൺ ചോദിച്ചു, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ ചോദിച്ചു. ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോണാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡിസിഷൻസ് അത് പ്ലൂറൽ ആയതുകൊണ്ട് ദീസും ദോസും. അതിനകത്ത് ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ദോസ് ഡിസിഷൻസ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് മീനിങ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ ഫോളോയിങ്. അനാർക്കി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എളുപ്പമുള്ള കുറച്ച് വാക്കുകൾ ചോദിച്ചു. അനാർക്കി എല്ലാവർക്കും അറിയാം, അരാജകത്വമാണ്. അരാജകത്വം, ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥ, നോ ഗവൺമെന്റ് ആണ്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ ഫോളോയിങ്. സിനോണിം ഒക്കെ ചോദിച്ചത് ഒരുപാട് കട്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അനാർക്കിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നോ ഗവൺമെന്റ് എന്നാണ്. എത്തീസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. തീസ്റ്റ് ദൈവവിശ്വാസം, എത്തീസ്റ്റ് ഡിസ്ബിലീഫ് ഇൻ ഗോഡ് ആണ്. ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്, ബിലീഫ് ഇൻ ഗോഡ്, ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്. അതായത് ഡിസ്ബിലീഫ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവനെ എത്തീസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ ആപ്റ്റ് വൺ വേർഡ് ഫോർ ദ ഗിവൻ വേർഡ് സെന്റൻസസ്. സംതിങ് വിച്ച് ഈസ് ഇമാജിൻ ടു ബി റിയൽ ബട്ട് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. സൂപ്പർ ചോദ്യമായിരുന്നു, കൺഫ്യൂസിംഗും ആയിരുന്നു. അതായത് റിയൽ ആണെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ അങ്ങനെ ഒരു സാധനം ഈ ഭൂമിയിലില്ല. ഏറ്റവും നല്ല ഉദാഹരണം ദൈവം. റിയൽ ആണെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ അങ്ങനെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല, ഈ ഭൂമിയിലില്ല. ദൈവം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നരകം, സ്വർഗം റിയൽ ആണെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിനെ വിളിക്കുന്ന പേര് ഫിഗ്മെന്റ് എന്നാണ്. അപ്പോൾ ചിലർ ചോദിക്കും മിറാഷ് എന്താണ്? മിറാഷ് എന്ന് പറഞ്ഞാൽ കാനൽ ജലമാണ്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ദൂരെ വെയിൽ കാണും. വെയിലടിക്കുമ്പോൾ അവിടെ വെള്ളം ഉള്ളതായിട്ട് തോന്നും, മരീചിക, അതാണ് സംഭവം മിറാഷ്. എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ. പലരും സെനിലിറ്റി എടുത്ത് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. സെനിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് എന്നാണ് അർത്ഥം. എന്നാൽ ഓൾഡ് ഏജ് കൊണ്ടുണ്ടാവുന്ന മണ്ടനെ പോലെ പെരുമാറുന്നതിനെ വിളിക്കുന്ന പേര് ഡോട്ടേജ് എന്നാണ്. ഡോട്ടേജ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സെന്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വെർബ് ഓർ ക്ലോസ്. ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. എളുപ്പം കണ്ടുപിടിക്കാം. ലെറ്റ് എന്ന് പറയുന്ന വെർബിന് ശേഷം എപ്പോഴും വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണ്ടേ. ടു ടേക്ക് ഉപയോഗിക്കത്തില്ല. ലെറ്റിന് ശേഷം ടേക്ക് ആണ്. പാസ്റ്റ് ഉപയോഗിക്കത്തില്ല, ING ഉപയോഗിക്കത്തില്ല. ലെറ്റ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം ലെറ്റ് മീ ടേക്ക്, ലെറ്റ് മീ ഗോ, ലെറ്റസ് ഗോ, അങ്ങനല്ലേ പറയുന്നത്? ലെറ്റസ് ഗോ, ലെറ്റസ് ഗോയിങ് എന്ന് പറയൂ, ലെറ്റസ് വെന്റ് എന്ന് പറയൂ. എളുപ്പമുള്ളതായിരുന്നു. ഇൻഫിനിറ്റീവ് എന്നാണ് ഈ ടോപ്പിക്കിന്റെ പേര്. ദ കോർ ഡാഷ് കൊഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ടുക്ക് കൊഗ്നിസൻസ്. ടുക്ക് കൊഗ്നിസൻസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അംഗീകരിക്കുക, സത്യമായി അംഗീകരിക്കുക. കോടതി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടുക്ക് കൊഗ്നിസൻസ്. ഒരു കാര്യം, ഒരു തെളിവ് സത്യമായി അംഗീകരിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ടുക്ക് കൊഗ്നിസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വേർഡ് ഔട്ട്. ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ഫെയർ, ഹൊറിബിൾ. ഫൈൻഡ് ദ ഓഡ് വേർഡ് ഔട്ട്. ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ഫെയർ, ഹൊറിബിൾ. ഇതിനകത്ത് ബ്യൂട്ടിഫുളും ഈ ചോദ്യത്തിലെ ഏറ്റവും നിസ്സാരമായ ചോദ്യം, ഒരു പക്ഷേ കൊച്ചു കുട്ടികൾ പോലും, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. ഹൊറിബിൾ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്. ബാക്കി 3ഉം സൗന്ദര്യം എന്നാണ് അർത്ഥം. ഫൈൻഡ് ദ മിസ്പെൽറ്റ് വേർഡ്. ഡിസ്ട്രസ്, കൺസെൻഷ്യസ്, ഹോളോകോസ്റ്റ്, പിക്നിക്. പിക്നിക് ശരിയാ, ഹോളോകോസ്റ്റ് ശരിയാ, ഡിസ്ട്രസ് ശരിയാ, കൺസെൻഷ്യസ് തെറ്റാ. CONSENSUS ആണ്. SENSUS ആണ് കൺസെൻഷ്യസ്. കൺസെൻഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൊതുസമ്മതമുള്ളത് എന്നാണ്. പൊതുസമ്മതമുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ്. ഡാഷ് ചൈൽഡ് ഈസ് പുട്ട് ടു ഡാഷ് സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5. ഡാഷ് ചൈൽഡ് ഈസ് പുട്ട് ടു ഡാഷ് സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5. അർത്ഥം എന്ന് അറിയാമോ? 5ാം ക്ലാസ്സിൽ 5 വയസ്സാവുമ്പോഴാണ് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത്. ഒരു കുട്ടിയെ, എ ചൈൽഡ് ഈസ് പുട്ട് ടു സ്കൂൾ. ഇവിടെ സ്കൂൾ നോ ആർട്ടിക്കിൾ. എന്തുകൊണ്ട് നോ ആർട്ടിക്കിൾ? ദ സ്കൂൾ എന്ന് പറയാത്തത് എന്താ? സ്കൂള് പൊതുവായി പറയുമ്പോൾ നോ ആർട്ടിക്കിൾ, എന്നാൽ പർട്ടിക്കുലർ ആവശ്യത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് പോകുന്നു എന്ന് പറയുമ്പോഴാണ് സ്കൂളിൻ്റെ മുമ്പിൽ ദാ ചേർക്കുന്നത്. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നോ ആർട്ടിക്കിൾ. എന്നാൽ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ സ്കൂൾ ടു സബ്മിറ്റ് ആൻ അസൈൻമെൻറ്റ്. ഇന്നലെ ഞാൻ സ്കൂളിൽ പോയി അസൈൻമെൻറ്റ് പകരം പ്രത്യേക ആവശ്യത്തിന് പോകുമ്പോൾ ദാ ഉപയോഗിക്കണം. ഇവിടെ പ്രത്യേക ആവശ്യമല്ല. 5ാമത്തെ വയസ്സിൽ എല്ലാവരെയും പുട്ട് സ്കൂളിൽ വിടും. ഓക്കെ, നോ ആർട്ടിക്കിൾ. ഇത് രണ്ടുമാണ് കറക്റ്റ്. ഏതാണ് കറക്റ്റ്? എയും നോ ആർട്ടിക്കിൾ. നെക്സ്റ്റ് വൺ. സീതാറാം ഈസ് ഡാഷ് പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ ഡാഷ് സ്മാൾ ഹൗസ് നിയർ ദ ടെമ്പിൾ. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ എ സ്മാൾ ഹൗസ്. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ
എ സ്മാൾ ഹൗസ് നിയർ ദ ടെമ്പിൾ. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ എ സ്മാൾ ഹൗസ് നിയർ ദ ടെമ്പിൾ എന്നാണ് പറയുന്നത്. രണ്ടിടത്തും എ ആണ് കറക്റ്റ്. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ എ സ്മാൾ ഹൗസ് നിയർ ദ ടെമ്പിൾ. എളുപ്പമുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 2 ചോദിച്ചു, എളുപ്പമായിരുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസ് ഓർ ക്ലോസ്. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് ദിയർ പേരൻസ്. ആൻസർ ഗെറ്റ് റൗണ്ട് ആണ്. പലരും ചോദിക്കും ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഗെറ്റ് റൗണ്ട് ദിയർ പേരൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കുട്ടികൾക്ക് പേരൻസിനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഗെറ്റ് റൗണ്ട്. നെക്സ്റ്റ്, ഇഫ് യു ബോറോ സംതിങ് ഫ്രം സമ്മൺ മേക്ക് ഷുവർ യു ഡാഷ്. ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയേണ്ടത്. ഗ്രാമറിനപ്പുറത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രയോഗം, ഒരു യൂസേജ് ഉപയോഗിക്കുന്നത്? അതായത് ഇഫ് യു ബോറോ സംതിങ് ഫ്രം സമ്മൺ മേക്ക് ഷുവർ യു, ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കടം മേടിച്ചാൽ അത് തിരിച്ചു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം. തിരിച്ചു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് ഗിവ് ദം ബാക്ക് ടു ഇറ്റ്, ഗിവ് ഇറ്റ് ബാക്ക് ടു ദം, ഗിവ് ബാക്ക് ഇറ്റ് ടു ദം, ഗിവ് ഇറ്റ് ടു ദം ബാക്ക്, ഗിവ് ഇറ്റ് ബാക്ക് ടു ദം. ഇതാണ് കറക്റ്റ്. ഗിവ് ഇറ്റ് ബാക്ക് ടു ദം, ഗിവ് ഇറ്റ് ബാക്ക് ടു ദം. അതാണ് കറക്റ്റ് പ്രയോഗം. തിരിച്ചു കൊടുത്തെന്ന് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ യു ഗിവ് ഇറ്റ് ബാക്ക് ടു ദം. ഓക്കെ. സോ എങ്ങനെയാണ് ഞാൻ ഈ ക്വസ്റ്റിനെ വിലയിരുത്തുന്നത്? നമ്മൾ ഈ ക്വസ്റ്റിനെ വിലയിരുത്തുന്നത് ഇതൊരു വലിയ ഡിഫിക്കൽട്ട് ചോദ്യവുമല്ല, ഇതൊരു വലിയ എളുപ്പമുള്ള ചോദ്യവുമല്ല. ഗ്രാമർ ഭാഗങ്ങൾ വളരെ എളുപ്പമായിരുന്നെങ്കിൽ വൊക്കാബുലറി ഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ കട്ടിയായിരുന്നു. എന്നാൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രെറ്റി, ഫെയർ, ഹൊറിബിൾ, ഓഡ് വൺ കണ്ടുപിടിക്കാൻ ചോദിച്ച ചോദ്യം മുതൽ മറ്റേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള വൊക്കാബുലറി ചോദ്യങ്ങൾ വരെയുള്ള ഒരു ചോദ്യമായിരുന്നു. സിലബസിനോട് 100% നീതി പുലർത്തി എന്ന് തന്നെ പറയാം. ആർട്ടിക്കിൾ 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. ആർട്ടിക്കിൾ 2 ചോദ്യം ഉണ്ടായിരുന്നു. പ്രോനൗൺ, ഇൻ്ററോഗേറ്റീവ് പ്രോനൗണും ചോദിച്ച്, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണും ചോദിച്ചു. ഒന്നിലധികം ചോദ്യങ്ങൾ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ടായിരുന്നു. അതാണ് ഈ ക്വസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. പക്ഷേ എന്ന് വെച്ചത് കടുപ്പിച്ചതുമില്ല, അത് എളുപ്പമായിരുന്നു. ഒരു 16 മാർക്ക് വരെ, 16-17 മാർക്ക് വരെ, ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന ഒരാൾക്ക് 16-17 മാർക്ക് വരെ, 16-17 എന്ന് പറയാൻ പറ്റത്തില്ല, 10 മാർക്കിനാണ്. 20 ചോദ്യം 10 മാർക്കിനാണ്. അപ്പം ഒരു 9 അല്ലെങ്കിൽ ഒരു 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷയാണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. സോ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? ഇനി വരാൻ പോകുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് ഇംഗ്ലീഷൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. PSCയുടെ ഒരു ഡിഗ്രി നിലവാരമുള്ള കോഴ്സ്, അതിന് പഠിക്കുന്ന ഗ്രാമർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അതുമാത്രമല്ല, നിങ്ങൾക്ക് പ്രത്യേകം ഗ്രാമർ പോർഷൻസ് പറയുന്നുണ്ട്. എല്ലാം പഠിക്കണ്ട, പ്രിപ്പോസിഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കേരള PSCയുടെ യൂട്യൂബ് ചാനലിലും എൻ്റെ ക്ലാസ്സുകളുണ്ട്. ഡിഗ്രി നിലവാരമുള്ള യൂട്യൂബ് ചാനലിലും എൻ്റെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. കോപ്പറേറ്റീവ് ബാങ്കിന് ഞാൻ എൻട്രി ക്ലാസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഓരോ ചോദ്യപേപ്പറും ഓരോ വിശകലനവും ഓരോ ചോദ്യപേപ്പറിൻ്റെയും വിശകലനം ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ കഴിഞ്ഞവർക്കല്ല, മറിച്ച് ഇനി വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക്, ഈ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും. സോ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചും നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ചും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.